എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അർക്കാൻ എന്ന നിലനിർത്തുന്ന ഘടകങ്ങൾ. വാജിബിനെ ഒഴിവാക്കിയാൽ ഇസ്ലാം നഷ്ടപ്പെടും. പിന്നെ ഹറാമിനെ സ്വീകരിച്ചാൽ ഇസ്ലാം നഷ്ടപ്പെടും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വ്യഭിചരിക്കുന്നവൻ മുഅ്മിനാവൂല എന്ന് ഹബീബാ നബി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു അക്ബർ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഹജ്ജ് ചെയ്താൽ എല്ലാ ആസക്തിയും കാമ വികാരങ്ങളും ആസക്തികളും മറച്ചു പിടിച്ച് അതിനൊക്കെ അടക്കിയിട്ട് ഒരാൾ ചെയ്താൽ അത് ധനത്തെ വെച്ച് കൊണ്ടുവരും. ഹജ്ജ് നടന്നാൽ മുസ്ലിം സമുദായത്തിന്റെ റഹ്മത്ത് നിലനിൽക്കും. വിചാരം നടന്നാലോ എന്തിനാ നിങ്ങളോട് പറയുന്നത്? ഹജ്ജ് ധനത്തെ കൊണ്ടുവരും, വ്യഭിചാരം ദാരിദ്ര്യത്തെ കൊണ്ടുവരും. മനസ്സിലായില്ല? അപ്പോൾ വാജിബ് ഹറാമിന്റെ പ്രവർത്തനങ്ങൾ ഈ ലോകത്തും സ്വാധീനിക്കുന്നുണ്ട്, പരലോകമല്ല. മനസ്സിലായില്ല? മനസ്സിലായി നിങ്ങൾക്ക്? ഹജ്ജ് ധനത്തെ കൊണ്ടുവരും. ഹലാലായ ധനം ലോകത്ത് നിലനിൽക്കാൻ കാരണമാവും. എന്ത്? ഹജ്ജ്. അല്ലാഹു നിലനിർത്തട്ടെ. വ്യഭിചാരമോ അതിന് നമ്മളൊക്കെ മാറി നിൽക്കണം. അതിന് നമ്മൾ എല്ലാവരും വിട്ടു നിൽക്കണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മറ്റൊരു കാര്യം, മുസ്ലിം സമുദായമേ, പലിശ എന്ന് മാത്രമല്ല, ഹറാമായ ഒരു ധനത്തിലും കൈവക്കണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഹറാമായി ബന്ധപ്പെടുന്ന ആളെ സ്നേഹിക്കാൻ പോലും പാടില്ല. اللهم لا تجعل لفاجر ولا فاسق علي يدا ولا نعمة فيعده قلبي قال رسول الله. അല്ലാഹുവേ, ഒരു ഫാസിഖിന്റെ എന്റെ ഒരു കയ്യാളാകരുതേ, ഒരു തമ്മാടി എന്റെ ഒരു കയ്യാളാകരുതേ, ഞാനവനെ സ്നേഹിച്ചു പോകുമേ, അതെന്നെ കാക്കണമേ എന്ന് പറഞ്ഞിരുന്നു പുണ്യനബി. ഫാസിഖിനെ വിട്ടു നിർത്തണം. اللهم لا تجعل لفاجر ولا فاسق علي يدا ولا نعمة فيعده قلبي. അതുകൊണ്ട് ഹറാമ് നമ്മൾ സ്വീകരിക്കരുത്, ഹറാമിലേക്ക് നമ്മൾ അടുക്കരുത്. നിങ്ങൾ കൊടുവള്ളി, താമരശ്ശേരിയൊക്കെ ഒരു പുതിയ സമ്പർക്കം നിലവിൽ ഇപ്പോഴുണ്ട്. എന്താണത്? ജ്വല്ലറികളുടെ നാടാണ് കൊടുവള്ളി, താമരശ്ശേരിയൊക്കെ. 1 ലക്ഷം രൂപയുടെ കൊണ്ടേ കൊടുക്കുക, എന്നിട്ട് മാസത്തിൽ 2000-3000 വാങ്ങിക്കൊണ്ടുപോവുക. ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഇവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് പച്ചപ്പലിശ, അത് ഹറാമാണ്. അത് ഉള്ള മുതലിനെയും നശിപ്പിക്കും. അത് നമുക്ക് നരകം പറഞ്ഞിട്ട് കാക്കട്ടെ. അത് ഒരിക്കലും കച്ചവടമല്ല. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? ഇന്നൊരു ഫിക്സഡ് വരുമാനം വാങ്ങിപ്പോരുക. ഇവിടെയൊക്കെ ഉണ്ട്. പെൺകുട്ടികൾ പണ്ടൊക്കെ കൊണ്ട് വിറ്റിട്ട് എന്ത് ചെയ്യാൻ ജ്വല്ലറിയിൽ അടക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ പേരിൽ ലാഭമാകുക. ഇത് ഈ സമ്പ്രദായങ്ങളിൽ ഈ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നു. അത് നിലനിൽന്നാൽ ഉള്ള മുതലൊക്കെ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു കാക്കട്ടെ. കേരളത്തിൽ ഏറ്റവും വലിയ കാർഷിക വിപണി ഉണ്ടായിരുന്ന ചില മേഖലകൾ എല്ലാം തകർന്ന തരിപ്പണമായി. എന്തുകൊണ്ട്? അവരുടെ ആധാരവും പടിയാധാരവും അവർ ബാങ്കിൽ കൊണ്ടുപോയി വെച്ചു. പലിശ മനുഷ്യനെ എല്ലാം നശിപ്പിച്ചു. അല്ലാഹു തആല കാക്കട്ടെ. യമഹഖുല്ലാഹുർ റിബ യമഹഖുല്ലാഹുർ റിബ യമഹഖുല്ലാഹുർ റിബ. പലിശ തൊട്ടത് മുഴുവൻ അല്ലാഹു നശിപ്പിക്കുമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതൊക്കെ പഴയ രീതിയാ, നമ്മളൊന്നും വിട്ടുപോകണ്ട. അതൊക്കെ ആ രീതി. രാത്രി 12 മണി വരുമ്പോഴത്തേന് ആളുകൾക്ക് ഉറക്കം വരാൻ തുടങ്ങും. അപ്പോൾ പിന്നെ വാക്കുന്നു. എന്നിട്ട് സുബഹി വരെ വയറു പറയും. ഇന്ന് സുബഹി നിസ്കരിച്ചിട്ട് അങ്ങനെയാണ് ഈ ദീനൊക്കെ നിലനിർത്തിയത്. സുഖപുരം അബൂബക്കർ മുസ്ലിയാർ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, പറവണ്ണ മറ്റേൻകുട്ടി മുസ്ലിയാർ, പതിയ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, അമ്മയൂർ മുഹമ്മദ് മുസ്ലിയാർ, അതിർശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു അവരെയും നമ്മയും ജന്നാത്തിൽ കൈവരിച്ചേക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത് യംഹഖുല്ലാഹുർ റിബ യംഹഖുല്ലാഹുർ റിബ യംഹഖുല്ലാഹുർ റിബ. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അത്ഭുതം അമേരിക്ക തകർന്നു എന്നതാണ്.
എന്നാൽ അമേരിക്ക തകരുന്നു. എന്തുകൊണ്ട്? എന്നാൽ ഭൗതികമായ ഒരു സാഹചര്യവും അമേരിക്ക തകരാനില്ല. കാരണം ലോകത്തെ വരുമാനങ്ങളുടെ 60% എത്തുന്നത് അമേരിക്ക. ഭൗതികമായ വ്യാഖ്യാനത്തിൽ അമേരിക്ക തകരൂല. കാരണം ലോകത്തെ മൊത്തം വരുമാനങ്ങളുടെ 60% എത്തുന്നത് അമേരിക്കയുടെ പട്ടാളത്തിന്റെ 40% തീറ്റിപ്പോറ്റുന്നത് മറ്റു രാജ്യങ്ങളാണ്. യുദ്ധം ചെയ്യും, ശമ്പളവും തീറ്റിപ്പോറ്റലും മറ്റുള്ളവർ ചെയ്യാം. വരുമാനം കൂടുതൽ, ചെലവ് കുറവ്. യൂറോവിനെയും പെട്രോളിനെയും ക്രൂഡ് ഓയിലിനെയും ഒക്കെ വില കണക്കാക്കിയവരായിരുന്നു. ദീനാറിന്റെ വില കണക്കാക്കിയവരായിരുന്നു. ഈ തെങ്ങിനെ ഇടുന്ന വളത്തിന്റെ വില പോലും കണക്കാക്കിയവരായിരുന്നു. ഈ വളത്തിൽ FACT വളത്തിൽ ഇക്കൊല്ലം എന്തെങ്കിലും വില കുറച്ച് കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് അവരായിരുന്നു. ഈ കുഞ്ഞന്മാർ പഠിപ്പികൾ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവരായിരുന്നു. എല്ലാ സോഫ്റ്റ്വെയറിന്റെയും അധിപന്മാരവരായിരുന്നു. പിന്നെങ്ങനെ തകർന്നു? എന്നെ തകർന്നത് യമഹഖുല്ലാഹുർ റിബാ, യമഹഖുല്ലാഹുർ റിബാ, യമഹഖുല്ലാഹുർ റിബാ. ലോകരാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പലിശക്ക് പൈസ കടം കൊടുത്ത രാജ്യമാണ് പലിശ തൊട്ടത് മുഴുവൻ മനസ്സിലായില്ലേ? ഖുർആൻ ജയിച്ചു, അമേരിക്ക തോറ്റു. പിന്നെ തോറ്റു നമുക്ക് മനസ്സിലാകാത്തത് നമുക്ക് പേടിയാ, നമുക്ക് കാര്യമില്ലാത്തതിനെ പറ്റില്ല. മുമ്പ് ഒരുത്തനുണ്ടായിരുന്ന ഈ ചുങ്കം പിരിക്കുന്നിടത്ത് മീശം പിരിച്ച് ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ട് ആരെങ്കിലും ചുങ്കം കൊടുത്തിട്ടില്ലെങ്കിൽ പറയും, ഇതാ ചുങ്കം കൊടുക്കാതെ ആരെങ്കിലും പോകുന്നുണ്ടാ പറയും, ഇതാ ഞാനിവിടുന്ന് എണീക്കും, ചുങ്കം കൊടുത്തോളൂ. പിന്നെ മീശ കണ്ട് പേടിച്ചിട്ട് എല്ലാവരും ചുങ്കം കൊടുത്തു പോകും. അങ്ങനെ ഒരിക്കലും ഇവനെ പോലെ വേറൊരു പ്രാന്തനാണ് ചുങ്കം കൊടുക്കുന്നിടത്ത് യാത്രക്കാരനായി വന്നത്. അയാൾ ചുങ്കം കൊടുക്കാൻ പഠിച്ചപ്പോൾ ഇപ്പോഴും ഇയാൾ പറഞ്ഞു, ഞാനിവിടുന്ന് അങ്ങോട്ട് എണീക്കും, ചുങ്കം വലിയ കൊടുത്തു. അപ്പോൾ ഇയാൾ വന്ന ചൂടൻ പറഞ്ഞു, എന്നാ നീ അവിടെ നിന്ന് എണീക്ക്, എന്നിട്ട് ഞാൻ ചുങ്കം കൊടുക്കണുള്ളൂ. അപ്പൊ നോക്കുമ്പോ ഇയാളെ രാവിലെ കാലില്ല, മണൽ കൊണ്ടത് അങ്ങനെ ഇരിക്കില്ല. എന്തേ ഉള്ളൂ? മീശമാണ്, കാലില്ല, എണീക്കാൻ പറ്റില്ല. ഇത് കണ്ടിട്ട് പേടിച്ച് നടക്കാൻ പറ്റും. എന്നതുപോലെ കാലില്ലാത്ത മീശക്കാരനാണ് അവന് നമ്മൾ പേടിക്കുന്നത്. നമ്മളെ ഉള്ളിൽ അല്ലാഹു തആല ഭയമിട്ട് എന്നുകൊണ്ടാണ്. നമ്മളെ കാക്കട്ടെ. ഇവിടെ അടിസ്ഥാനം എന്തേ സംഭവിച്ചത്? യമഹഖുല്ലാഹുൽ റിബാ, യമഹഖുല്ലാഹുൽ റിബാ, യമഹഖുല്ലാഹുൽ റിബാ. ഒരാള് ഹജറുൽ അസ്വദിനെ ഹഖായി ചുംബിച്ചാൽ അത് അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷ്യവും. എന്താ ഹഖായി ചുംബിക്കുക എന്ന് പറഞ്ഞാൽ? ഹജ്ജിന് പോയ പൈസയിൽ 1 രൂപ ഹറാമില്ല. നിങ്ങൾക്ക് മനസ്സിലായോ കുട്ടികളെ? മനസ്സിലായോ? മനസ്സിലായി പറഞ്ഞത് ഒരാൾ ഹജറുൽ അസ്വദിനെ ഹഖായി ചുംബിച്ചാൽ അന്ത്യനാളിൽ ഹജറുൽ അസ്വദിന് നാവുണ്ടാവും, കണ്ണുണ്ടാവും, ചെവിയും ഉണ്ടാകുമെന്ന് മുഹമ്മദ് നബി അള്ളാന്റെ കോടതിയിൽ ഉഹദ് മലയേക്കാൾ വലുപ്പമുണ്ടാവും. എന്ത്? ഹജറുൽ അസ്വദ്. മനസ്സിലായി നിങ്ങൾക്ക്? അള്ളാന്റെ കോടതിയിൽ ഉഹദ് പർവ്വതത്തെക്കാൾ വലുപ്പമുണ്ടാകും ഈ ചെറിയ കല്ല്. അതിനെന്തുണ്ടാവും? അള്ളാന്റെ കോടതിയിലേക്ക് ഒരു ഒറിജിനൽ ഹജ്ജ് ഇങ്ങനെ വരുമ്പോൾ അത് പറയും, അല്ലാഹുവേ, ഇയാളെ എന്നെ ചുംബിക്കാൻ വേണ്ടി എത്ര ദൂരന്നാണ് ഈ സാധു വന്നത്, ഇയാളെ നരകത്തിലേക്ക് അയക്കരുത് എന്ന് പറയും. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. അല്ലാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. അവിടെ ഒരു വാക്ക്, ആ ഹഖ് എന്ന വാക്കിനെ മുപ്പത്തിനെ വിശദീകരിക്കുന്നത് എന്താണെന്നറിയോ? അയാൾ കൊണ്ടുപോയ ഉറുപ്പികയിലോ അയാളുടെ ചോരയിലോ ഹറാമായ ഭക്ഷണമോ ഹറാമായ വഴിച്ചലവോ ഇല്ല. മനസ്സിലായി? അയാൾ വഴിച്ചലിന് വേണ്ടി എന്തെടുത്തിട്ടില്ല? ഹറാമില്ല. പിന്നെ എന്തുമില്ല? ഹറാമായ ഭക്ഷണം കഴിച്ച ഒരു ചോരയും അയാൾക്ക് ോട് ഇല്ല എങ്കിലേ ഹജറുൽ അസ്വദ് സാക്ഷ്യം നൽകും. ഇതാണ് ഇസ്ലാമിയത്തിന്റെ സന്ദേശം. ധനം ഹലാലാക്കുക, നല്ലവരായി ജീവിക്കുക, മുത്തഖീങ്ങളാകുക, പടച്ചവനെ പേടിക്കുക, സാലിഹീങ്ങളോട് കൂട്ടുകൂടുക. സമസ്ത ജനത്തുല്ലുമ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനമാണ്. കൂടെ നിന്ന് ഭാവിയിലെ മുസ്ലിം ഉമ്മത്തിന്റെ വിജയത്തിന് വേണ്ടി അധ്വാനിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.